അങ്ങനെ വളരെ ആത്മാർത്ഥതയോടെ ഈ ശുശ്രൂഷയിൽ അവർ പങ്കുചേർന്നിരിക്കുന്നു. അവരുടെ പരിചയത്തിൽ കൂടെ പ്രവർത്തിച്ച സുജാത ഇവിടെയുണ്ട്. അവർ വഴിയാണ് ഈ ഒരു സഹായം നമുക്ക് ലഭിച്ചത്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്കൊരു ശാരീരികമായ രോഗമുണ്ട്. ആ രോഗത്തിൽ ദൈവം അവരെ വിടുവിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെ അറിയുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന ദൈവമേ, ഞങ്ങൾ ആരും അറിയാത്തൊരു സഹോദരി ഞങ്ങൾക്ക് വേണ്ടി ഈ ദിവസത്തെ 150 പാക്കറ്റ് ഭക്ഷണം നൽകിയിരിക്കുന്നു. അവരുടെ പേര് പോലും അവർ വെളിപ്പെടുത്തരുത് എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. എങ്കിലും അവരുടെ രോഗങ്ങൾ, അവരുടെ പ്രയാസങ്ങളൊക്കെ ദൈവം അറിയുന്നു. ഒറ്റയ്ക്ക് അവർ ജീവിക്കുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട് എന്ന ആഴമായ വിശ്വാസം ദൈവം അവർക്ക് നൽകിയിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടനേകം പേരെ സഹായിച്ച് ജീവിക്കുന്ന ആ പ്രിയ സഹോദരിയെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ എല്ലാ പ്രയാസങ്ങളെയും ദൈവം മാറ്റി സൗഖ്യം നൽകി അനുഗ്രഹിച്ച് ദീർഘായുസ്സോടെ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ. അതിന് മുഖാന്തരമായ സുജാതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തെയും അവരുടെ ആവശ്യങ്ങളെയും അവരുടെ പരിമിതികളെല്ലാം ദൈവം അറിയുന്നു. ദൈവം കൂടെ ഇരിക്കണമേ. ഭക്ഷണത്തെ ഞങ്ങൾക്ക് വാഴ്ത്തി അനുഗ്രഹിച്ച് തരയണമേ. സ്വീകരിക്കുന്നവർക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ. ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. സകലോകങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരു ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താവ് ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും വിശ്വാസം പകരുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും ഈ സ്ഥാപനത്തോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. സ്ലാമിലിരിക്കുന്നത് എഴുന്നേക്കാമോ? ബെഞ്ചിലുള്ളവർ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട്